അപ്പോൾ മാത്യു ചേട്ടന് വളരെ എളുപ്പം സ്വാധിക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു സാധ്യത ഉള്ളപ്പോൾ തന്നെ അതിനെ തീർത്തും വിപരീതമായിട്ട് ഇപ്പോൾ ഒരു കഥാപാത്രങ്ങളുടെ ഒരു ചില സവിശേഷതകളിലേക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിർത്തിയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക്, വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു എഴുത്തുകാരൻ സ്വന്തം വായനക്കാർക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ച് കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള പല കഥകൾ വായിച്ചു നോക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ നോവലിൽ തന്നെയുള്ള പല സന്ദർഭങ്ങൾ വായിക്കുമ്പോൾ ഇതല്ലേ എന്ന് തോന്നുന്ന പോലെയുള്ള കുറേ രസകരമായ സംഭവങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഭാഷാപരമായിട്ട് വളരെ ചെറിയ സെൻറ്റൻസുകളിൽ വളരെ അത് മുൻപ് ഉള്ള നോവലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ പല സെൻറ്റൻസുകളും നമുക്ക് വേണമെങ്കിൽ എഴുതി കോട്ടുകളായിട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന പോലെയുള്ള അത്രയും മനോഹരമായിട്ടുള്ള സെൻറ്റൻസുകളാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഭാഷയുടെ സവിശേഷത. അത് മാത്യു ചേട്ടൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് ഈ നോവലിൽ അതുപോലെ തന്നെയുണ്ട്. അതായത് നമുക്കറിയാവുന്ന പോലെ മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ പൊതുവിലൊരു ഭാവുകത്വ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത് ഒരു നിർബന്ധിതമായൊരു ഭാവുകത്വ പരിണാമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൊതുവിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ സംഭവിക്കുമ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ടോ സാമൂഹികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാവുകത്വ പരിണാമത്തിന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന വിപണിയായിരിക്കും. അതായത് ഈസി റീഡബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ, അതായത് കണ്ടന്റ് പറയലാണ് സാഹിത്യം എഴുത്ത് എന്നുള്ള തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് പൊതുവിൽ പോകുന്ന ഒരു കാഴ്ചയും അതിന് വലിയ പ്രചാരം കിട്ടുന്ന ഒരു രീതിയും കാണുന്നുണ്ട്. അത് തീർത്തും മോശമാണെന്നുള്ളൊരു വാദമൊന്നുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ ഭൂരിഭാഗം ആളുകളും പുസ്തകം ഇറക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ളവരോ ഒക്കെ ആയിരിക്കും. അത് മോശം എന്നുള്ള കാര്യമൊന്നും അല്ല പറയുന്നത്. മറിച്ച് ഇതിൻ്റെ ഒരു ക്രാഫ്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹിത്യമേന്മയെ പറ്റിയും ഒക്കെ നമ്മൾ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നാറുണ്ട്. അതായത് ഇതിനെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ധാരാളം വായിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെ ചിലപ്പോൾ കുറ്റമാണ് എന്ന തരത്തിൽ കാണുന്ന എഴുത്തുകാരുണ്ട്. എൻ്റെ നോവൽ അധികം വായിക്കേണ്ട, എനിക്കൊരു ബെസ്റ്റ് സെല്ലർ ആവണ്ട എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ആളുകളും ഉണ്ട്. അത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രതിപക്ഷ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എല്ലാവരും പറയുന്ന, എല്ലാവർക്കും പറയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ മുൻപ് നമ്മൾ വിജയിച്ച ഒരു രൂപത്തിൽ നിന്നും അതിൻ്റെ ഒരു സ്വഭാവത്തിൽ നിന്നും ഒക്കെ മാറി നടക്കാനുള്ള ഒരു സ്വതന്ത്ര പ്രവർത്തനമാണ്. അതൊരു കൃത്യമായൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുള്ളത് ആണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഈ നോവലിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ച് വിരസമായി പോകാവുന്ന, ആർക്കും താല്പര്യമില്ലാത്ത കുറച്ച് മനുഷ്യരെ അന്വേഷിച്ചിറങ്ങുന്ന ഒരു കഥാഗതിക്ക് അനുയോജ്യമായ ഒരു നരേഷനാണ് ഇതിന് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോവലിൻ്റെ ഘടനയിൽ അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്ന സ്വഭാവം ഇതിലെ പല കഥാപാത്രങ്ങളെ കൊണ്ടും നോവലിസ്റ്റ് പറയുന്നുണ്ട്. അതായത് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വിരസമായൊരു പ്രവർത്തനമാണ്. അതിൻ്റെ ആവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന ഒരു മന്ദഗതിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ ബാലു എന്ന കഥാപാത്രത്തിന് നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇത് എന്തൊരു നിർവികാരനായ ഒരു ജീവിയാണ് എന്ന് ഒരു പക്ഷേ തോന്നും. അത് കൃത്യമായിട്ട് അറിയാവുന്ന മാത്യു ചേട്ടൻ അതിൽ കഥാപാത്രത്തിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്: നിന്നെ കണ്ടാൽ ഒന്ന് തൊഴിക്കാൻ ആർക്കും തോന്നും. ഇത് വായിച്ചു പോകുന്ന ആളുകൾക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എഴുത്തുകാരൻ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ഘട്ടത്തിലും ഈ നോവൽ എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള മുൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇത് പോകുന്നത്. അത് കൃത്യമായിട്ട് പല അവസരങ്ങളിലും ജീവിതത്തെ പറ്റിയുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടുകളുടെ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഇത് രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മാത്യു ചേട്ടന് വളരെ എളുപ്പം സ്വാധിക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു സാധ്യത ഉള്ളപ്പോൾ തന്നെ
അതിനെ തീർത്തും വിപരീതമായിട്ട് ഇപ്പോൾ ഒരു കഥാപാത്രങ്ങളുടെ ഒരു ചില സവിശേഷതകളിലേക്ക് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിർത്തിയിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയുണ്ട്. അത് ഒരു എഴുത്തുകാരൻ സ്വന്തം വായനക്കാർക്ക് കൊടുക്കുന്ന ഒരു ചലഞ്ച് കൂടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മറ്റത് വായിച്ചു കഴിഞ്ഞു, നിങ്ങൾ ആ ഒരു സ്റ്റൈല് നരേറ്റീവ് ടെക്നിക്ക് കണ്ടു കഴിഞ്ഞു, അത് പരിചയിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ അതിൻ്റെ സംഭവത്തിൻ്റെ രസത്തിലേക്കല്ല പോകേണ്ട, മറിച്ച് അതിൻ്റെ അരസികതയിലേക്കാണ് പോകേണ്ടത്. അതാണ് യാഥാർത്ഥ്യം. അതായത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു പ്രശ്നം, അത് നിങ്ങൾക്ക് അധികാരത്തിൽ ബന്ധമില്ല എങ്കിൽ, അല്ലെങ്കിൽ അധികാരം നിങ്ങളെ മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ പ്രാധാന്യപ്പെട്ട ആളുകളായിട്ട് പരിഗണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആ രസത്തിലേക്കല്ല, മറിച്ച് അതിൻ്റെ ആ ഒരു പ്രശ്നത്തിലേക്കാണ്, സങ്കീർണതകളിലേക്കാണ് പോവേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി, അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിട്ട് അത് പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റൊന്ന്, അതായത് ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഭാഗത്തെ പറ്റി പറയുമ്പോൾ, ഈ നോവലിൽ ഒരുപാട് സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ ഇതിനെ എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയയെപ്പറ്റി വിശദീകരിച്ചു വരുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി പല കഥാപാത്രങ്ങളും പറയുന്ന കുറേയധികം സംഭവങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ സമകാലിക എഴുത്തിനെ പറ്റിയുള്ള ചില കാഴ്ചപ്പാടുകൾ, നോവലിസ്റ്റിനുള്ള ചില അഭിപ്രായങ്ങൾ ഒക്കെ പല കഥാപാത്രങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു രീതി ഇതിൽ കാണുന്നുണ്ട്. ഇതിൽ അതായത് ഞാൻ കുറച്ചുകൂടി വിശദമാക്കാനായിട്ടൊരു സന്ദർഭം പറയാൻ തോന്നും. അതായത് ഒരു സാഹിത്യോത്സവം നടക്കുന്ന സന്ദർഭത്തിൽ, കൊച്ചിയിൽ വെച്ച് നടന്നൊരു സാഹിത്യോത്സവത്തിന് അന്ന് മാത്യു ചേട്ടൻ അതിലൊരു സെഷൻ പങ്കെടുക്കാനായിട്ട് വന്നപ്പോൾ യുവാക്കൾ സംസാരിക്കുന്ന ഒരു സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നുണ്ട്, നിങ്ങളെ കേൾക്കാൻ, യുവാക്കളെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് വലിയ താല്പര്യത്തോടു കൂടി മാത്യു ചേട്ടൻ ആ ചർച്ച കാണാൻ വന്നിരുന്നു. അന്ന് വന്നിട്ട് പിന്നിലിരുന്ന് കുറച്ചു നേരം ഈ ചർച്ച കണ്ടു. അത് എന്ന് പറഞ്ഞാൽ അറുബോറൻ ചർച്ചയായിരുന്നു. യുവാക്കളാണ് ഇരുന്നെങ്കിലും നമ്മൾ വൃദ്ധരെക്കാളും മോശമായിട്ടാണ് അന്ന് ആ ചർച്ച സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ദുരന്തം പൂർണ്ണമായ ഫലത്തെപ്പറ്റി നമുക്ക് ബോധമുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാത്യു ചേട്ടൻ അവിടുന്ന് പോയി, മറ്റെന്തോ കാണുന്നില്ലായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് വന്ന ഒരു കഥയിൽ ഇതിനെ പറ്റിയുള്ള കൃത്യമായൊരു പരാമർശം കണ്ടു. അതായത് ഇപ്പോഴത്തെ യുവാക്കൾ സംസാരിക്കുന്ന, യുവാക്കളുടെ ചില സംസാരങ്ങൾ, വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വൃദ്ധരെക്കാളും മോശമാണ് എന്നുള്ളൊരു വരി ആ കഥയിൽ കണ്ട്. അപ്പോൾ മനസ്സിലായി മൂപ്പര് ഇതൊക്കെ വന്ന് കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ അതിനുശേഷമുള്ള പല കഥകൾ വായിച്ചു നോക്കുമ്പോഴും, അല്ലെങ്കിൽ ഈ നോവലിൽ തന്നെയുള്ള പല സന്ദർഭങ്ങൾ വായിക്കുമ്പോൾ ഇതല്ലേ എന്ന് തോന്നുന്ന പോലെയുള്ള കുറേ രസകരമായ സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോവലിൽ അതിന് അത്തരം സംഭവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കുറേയധികം രസമുള്ള സംഗതികൾ ഈ നോവലിൽ വരുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എഴുത്ത് ജനപ്രിയമാക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളുടെ ഒരു അമിത താല്പര്യത്തെ, അതിനുവേണ്ടി അവർ എടുക്കുന്ന ഒരു താല്പര്യത്തെ, ഒരു എഫേർട്ടിനെ മറുവശത്ത് നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്ന ഒരു എഴുത്തുകാരനെ, അല്ലെങ്കിൽ ആ രണ്ട് കൾച്ചറുകൾ തമ്മിലുള്ള ഒരു സംഘർഷം ഈ നോവലിൽ നിരന്തരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. ഇപ്പോൾ പോൾ ഡേവിഡ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട്, ചിലപ്പോൾ വായിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, മലയാളത്തിലെ ഒരു പ്രതിപാദനനായ എഴുത്തുകാരൻ്റെ ജീവിതം കടന്നു വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൂചന ആ കഥാപാത്രത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അതിനൊരു ആദർശാത്മക കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു വശത്ത് അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു വശത്ത് വിപണിക്ക് വേണ്ടി എഴുതേണ്ടി വരുന്ന ജീവിതത്തിൻ്റെ ഒരു ദാരിദ്ര്യത്തിൽപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കാൻ സാധ്യതയുള്ള, അതിലൂടെ ഉണ്ടായി വരുന്ന ഒരു സാമ്പത്തികമായ മേൽക്കൈയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ട്. അവിടെയും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു ബൈനറികൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല. ഈ രണ്ട് പ്രശ്നങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. അതിൽ രസകരമായിട്ടുള്ളൊരു വരിയുണ്ട്, അത് വായിക്കാം. നമ്മുടെ ഇതിൽ പോൾ എന്ന് പറയുന്ന കഥാപാത്രം, പോൾ ഡേവിഡിൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അതിനോടുള്ളൊരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മുടെ ബാലു പത്രത്തിൽ, താൻ ജോലി ചെയ്യുന്ന പത്രത്തിൻ്റെ വരാന്ത പതിപ്പിലൊരു കുറിപ്പ് എഴുതുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ പോള് ബാലുവിനെ വിളിച്ച് മറുപടി പറയുന്നതാണ്: ആര് വഴിവിട്ടാലും ഇങ്ങനെ കാവ്യാത്മകമായി കുറിപ്പെഴുതാൻ നിന്നെ പോലെയുള്ള ഡാഷുകൾക്ക് ഒരു പ്രയാസവുമില്ലെന്നറിയാം. പക്ഷേ ഈ നാറിയ പരിപാടി എൻ്റെ അടുത്ത് വേണ്ട.
അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇത്തരത്തിലുള്ള രസകരമായ കുറേ സംഭവങ്ങളുണ്ട്. ഇത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊക്കെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമകാലിക സാഹിത്യത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കൂടി ഇതിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇതിനെ ഒരു രസകരമായിട്ട്, അതായത് ഈ അരസികത നിറഞ്ഞ ജീവിതത്തിൽ ചില കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഇതിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനോട് ചേർത്ത് പറയേണ്ടത് ഈ അടുത്ത സമയത്ത് അത്യുസേട്ടൻ്റായിട്ട് പുറത്തു വന്ന ഒച്ചുകളുടെ കാലപ്പ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ഈ സമീപകാലത്ത് വായിച്ച സാഹിത്യത്തെ പറ്റിയുള്ള, അല്ലെങ്കിൽ ഈ ഫിക്ഷൻ എഴുത്തിനെ പറ്റിയുള്ള, വേണമെങ്കിൽ സാംസ്കാരിക രാഷ്ട്രീയത്തെ പറ്റിയുള്ള കുറിപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നി, അല്ലെങ്കിൽ ഏറ്റവും എൻഗേജിങ് ആവുന്ന ഒരു പുസ്തകമാണ് ഈ ഒച്ചുകളുടെ കാലപ്പ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുമായിട്ട് കുറേയധികം പ്രതിപത്തി ഈ നോവൽ പുലർത്തുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ ഈ പുസ്തകം കൂടി വായിക്കാവുന്നതാണ്. ഇതിലെ ചില കഥാപാത്രങ്ങളെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഈ നോവലിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു അധിക വായന എന്നുള്ള നിലയ്ക്ക് വായിക്കുന്നത് ഇതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ടാണ്, അതായത് ഒരു വലിയ രസകരമായി പോകാവുന്ന ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് മുൻപ് വിജയിച്ചിട്ടുള്ള ഒരു മാതൃകയിൽ അതേ രൂപത്തിൽ, അതേ ഒരു ചടുലതയോടുകൂടി ആവിഷ്കരിക്കാതെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിൽ, ഒരു രൂപത്തിൽ എന്നാൽ കഥയോട് അല്ലെങ്കിൽ ആ നോവലിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തുന്ന തരത്തിലേക്ക് ഒരു ക്രാഫ്റ്റ് രൂപപ്പെടുത്തി എടുക്കാനും അതിൽ ആദ്യാവസാനം ഉറച്ചു നിൽക്കാനും അതിൽ തന്നെ രാഷ്ട്രീയമായ പ്രശ്നങ്ങളെല്ലാം ഉള്ളടക്കാനും അതിൽ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള സംഘർഷങ്ങളെയും, മനുഷ്യർ ചെന്നുപെടുന്ന സംഘർഷങ്ങളെയും മനുഷ്യരുടെ നിരാശകളെയും എല്ലാം കൊണ്ടുവരാനും, എന്തൊക്കെയാണ് അവതരിപ്പിക്കേണ്ടത് അതിനെ കൃത്യമായിട്ട് സൂചിപ്പിക്കാനും, ഈ ഒരു സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യർക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നങ്ങളെ, അതായത് മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങളെ പോലും ഒരു പ്രതിപക്ഷ മനോഭാവത്തോടു കൂടി അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഭാഷാപരമായിട്ട് വളരെ ചെറിയ സെൻറ്റൻസുകളിൽ വളരെ അത് മുൻപ് ഉള്ള നോവലുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ പല സെൻറ്റൻസുകളും നമുക്ക് വേണമെങ്കിൽ എഴുതി കോട്ടുകളായിട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്ന പോലെയുള്ള അത്രയും മനോഹരമായിട്ടുള്ള സെൻറ്റൻസുകളാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഭാഷയുടെ സവിശേഷത. അത് മാത്യു ചേട്ടൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് ഈ നോവലിൽ അതുപോലെ തന്നെയുണ്ട്. മറ്റ് സ്വന്തം പേരിലുള്ള മറ്റെല്ലാ സവിശേഷതകളും അല്ലെങ്കിൽ മറ്റാളുകൾ ഇഷ്ടപ്പെടുന്ന ആ ഘടകങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ആണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്കതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുറച്ചുകൂടി നമ്മൾ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഈ എഴുത്തുകാരനോട് സംസാരിക്കാൻ തോന്നുന്ന കാര്യം. ഏറ്റവും വിജയിപ്പിക്കാമായിരുന്നൊരു വിഷയത്തെ വളരെ വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് സ്വന്തം വായനക്കാരെ ചലഞ്ച് ചെയ്യുന്ന, സ്വന്തം എഴുത്തിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തുക എന്നുള്ളത് അത് അത്ര എളുപ്പമാണെന്ന് വിചാരിക്കുന്നില്ല. അതിന് മാനസികമായിട്ട് കൂടി തയ്യാറെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുകളോട് നിൽക്കുന്ന സമയത്താണ്. ഇത്തരത്തിൽ അത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൂടിയാണെന്നാണ് എനിക്ക് ഈ നോവൽ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് മാത്യു ചേട്ടൻ ഒരു മറുപടി കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം മനസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത്, അത് ഇനി ആ എഴുത്തിൽ വന്നു ചേർന്നതാണോ എന്നും കൂടി വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ഏറ്റവും ഒടുവിൽ ഈ നോവലിൻ്റെ ഈ ജീവിതം, വാസ്തവത്തിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് പുസ്തകത്തിൻ്റെ ഒരു ജീവിതം ജീവിക്കുന്നു എന്നൊക്കെ തമാശയായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊരു രസമില്ലാത്തൊരു സെൻറ്റൻസാണ്. പുസ്തകങ്ങളുടെ ജീവിതമൊന്നും ജീവിക്കുന്നതല്ല, നമ്മൾ കൃത്യമായിട്ട് അതിനെ ജീവിപ്പിക്കുന്നതാണെന്നറിയാം. പക്ഷേ ഈ പുസ്തകം ആദ്യം പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഇത് വാങ്ങാനായിട്ട് കുറേയധികം ശ്രമിച്ചിരുന്നു. മനോരമ ഏജൻറ്റിനോട് പറഞ്ഞിരുന്നു. ഈ പുസ്തകം പക്ഷേ കിട്ടിയിരുന്നില്ല. പിന്നീട് അത് നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മൾ എത്തുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ അകന്നു പോകുന്ന ഒരു കാണായ്മ ഈ പുസ്തകത്തിന് തന്നെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ അത് പുനഃപ്രസിദ്ധീകരണം നടക്കുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയവും ഇതിൻ്റെ പ്രാധാന്യവും ഒക്കെ വീണ്ടും എല്ലാവരും കണ്ടെടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വളരെ അരസികനായിരുന്നു എൻ്റെ വർത്തമാനമെന്നും എനിക്ക് അറിയാം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. നന്ദി.